നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രംരാജ്. ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കരുതെന്ന് ഹമാസുകളോട് നെതന്യാഹു ആഹ്വാനം ചെയ്തതിന് പിന്നാലെ ഗാസയിലെ മധ്യ തെക്കൻ പ്രദേശങ്ങളിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ സേന. റഫേലും ഖാൻ യൂനിസിലും ഉൾപ്പെടെ നിരവധി താമസ സമുച്ചയങ്ങൾ തകർത്തു. ഗാസയിലെ തെരുവുകൾ തോറും കനത്ത ഏറ്റുമുട്ടലുകളാണ് തുടരുന്നത്. കരയുദ്ധത്തിൽ 101 സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇസ്രായേൽ കനത്ത ബോംബാക്രമണം തുടരുന്നത് സമാധാന ചർച്ചകളെ ബാധിച്ചെന്ന് ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ദൈർ ബലാഹിലെ താമസ സമുച്ചയ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 50ഓളം ഫലസ്തീനികളാണ്. 24 മണിക്കൂറിനിടെ 300ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലടക്കം ആശുപത്രികൾ പരിക്കേറ്റവരാൽ കാലുകുത്താനിടമില്ലാത്ത വിധം നിറഞ്ഞു. ഭക്ഷണ കുടിവെള്ള ക്ഷാമവും തുടരുകയാണ്. വിവിധ രോഗങ്ങൾ പടരുന്നതും വെല്ലുവിളിയാകുകയാണ്. 2 ദിവസത്തിനിടെ 40 സൈനികരെ വധിച്ചെന്ന് ഹമാസ് അവകാശപ്പെട്ടു. 5000 പേർക്ക് ഗുരുതര പരിക്കേറ്റെന്നും 2000 പേർ അംഗപരിമിതരായെന്നും ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഗാസ സിറ്റിയിൽ 10 സൈനികരെ അൽഖുദ്സ് ബ്രിഗേഡും വധിച്ചു. സൈനിക നടപടിയിലൂടെ ബന്ദിമോചനം സാധിക്കില്ലെന്ന് ഹമാസ് വക്താവ് അബു ഉബൈദ ഇസ്രായേലിനെ താക്കീത് ചെയ്തു. ഹമാസിന്റെ അന്ത്യം അടുത്തെന്നും യഹ്യ സിൻവാറിനു വേണ്ടി മരിക്കാൻ നിൽക്കേണ്ട എന്നുമാണ് നെതന്യാഹുവിന്റെ മറുപടി. അതിനിടെ UN പൊതുസഭ നാളെ വീണ്ടും ചേരും. ഈജിപ്തും മൗറിത്താനിയും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നാളെ UN പൊതുസഭ ചേരുന്നത്. അടിയന്തര വെടിനിർത്തലിന് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ടും UN പ്രമേയത്തെ ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിച്ച US ഇസ്രായേലിന് വീണ്ടും ആയുധങ്ങൾ നൽകുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. US കോൺഗ്രസിനെ മറികടന്നാണ് ബൈഡൻ ഭരണകൂടം 13,000 റൗണ്ട് ടാങ്ക് വെടിമരുന്നുകൾ നൽകാൻ തീരുമാനമെടുത്തത്. ശരാശരി 159 ടൺ എന്ന തോതിൽ ഓരോ ദിവസവും ഇസ്രായേൽ എത്തുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. ഒക്ടോബർ 7-ന് ശേഷം മാത്രം ഇസ്രായേലിന് US 10,000 ടൺ ആയുധങ്ങൾ നൽകിയതായാണ് റിപ്പോർട്ടുകൾ. 2 ദിവസം മുമ്പാണ് US ആയുധങ്ങൾ വഹിച്ച് 200ാമത് ചരക്ക് വിമാനം ഇസ്രായേലിലെത്തിയത്. വിദേശ രാജ്യങ്ങൾക്ക് ആയുധം നൽകും മുമ്പ് കോൺഗ്രസ് പരിശോധന വേണമെന്ന് USൽ നിർബന്ധമാണ്. ഇതിന് സമയമെടുക്കുമെന്ന് കണ്ടാണ് ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമത്തിലെ അടിയന്തര വകുപ്പ് പ്രയോഗിച്ച് വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് വെടിക്കോപ്പുകൾ നൽകുന്നതായി സ്റ്റേറ്റ് വകുപ്പ് കോൺഗ്രസിന് അറിയിപ്പ് നൽകിയത്. $10.6 കോടി വിലമതിക്കുന്നതാണ് ആയുധ കൈമാറ്റം. ഉടൻ കൈമാറേണ്ട അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നു എന്നായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പ്രതികരണം. വർഷങ്ങൾക്കിടെ ആദ്യമായാണ് US ഇതേ വകുപ്പ് ഉപയോഗിച്ച് വിദേശ രാജ്യത്തിന് ആയുധങ്ങൾ നൽകുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ സ്വന്തം പാളയത്തിൽ തന്നെ കടുത്ത വിമർശനം നിലനിൽക്കുന്നതിനാൽ കോൺഗ്രസിൽ അനുകൂല തീരുമാനം ഉണ്ടാകില്ലെന്ന് കണ്ടാണ് ബൈഡന്റെ നീക്കമെന്ന് റിപ്പോർട്ടുണ്ട്. ഗാസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ 40% ഇരകളും കുട്ടികളാണ്. US ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾ യുദ്ധക്കുറ്റങ്ങൾ നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ 13 ഡെമോക്രാറ്റിക് സെനറ്റുമാർ നിയമനിർമ്മാണത്തിന്റെ പണിപ്പുരയിലാണ്. കഴിഞ്ഞ ദിവസം USൽ വെടിനിർത്തൽ പ്രമേയത്തെ US ഒറ്റയ്ക്ക് വീറ്റോ ചെയ്തതിന് തൊട്ടുടൻ ആയുധ കൈമാറ്റം നടത്തുന്നതും അറബ് ലോകത്തുൾപ്പെടെ വിമർശനം ശക്തമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. മൊത്തം 45,000 വെടിക്കോപ്പുകൾ ആവശ്യപ്പെട്ടതിൽ 1ാം ഗഡുവായാണ് അനുവദിച്ചത്. യുദ്ധവിമാനങ്ങൾ, കവചിത വാഹനങ്ങൾ, തോക്കുകൾ, വെടിക്കോപ്പുകൾ എന്നിവ മാത്രമല്ല സൈനികർക്കുള്ള മെഡിക്കൽ സേവനങ്ങൾ വരെ US കൈമാറുന്നുണ്ട്. ഇതിനു പുറമെ 2000 ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേറെയും നൽകിയതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഹമാസിന്റെ പേര് പറഞ്ഞ് ഗസയിലെ മുഴുവൻ പാലസ്തീനികളെയും കൂട്ടത്തോടെ ശിക്ഷിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. ദോഹ ഫോറത്തിൽ ഓൺലൈനിൽ പങ്കെടുത്ത ലാവ്റോവ് ഫലസ്തീനിലെ നിലവിലെ സാഹചര്യം അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേലിൽ ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണം പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദശാബ്ദങ്ങളായി ഗസയിൽ തുടരുന്ന ഉപരോധവും ഇസ്രായേലുമായി അതിർത്തി പങ്കിട്ടുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രമെന്ന് ദശാബ്ദങ്ങളായി ഫലസ്തീനികൾക്ക് നൽകിയ പൊള്ളയായ വാഗ്ദാനങ്ങളുമൊക്കെയാണ് അതിന് കാരണമെന്ന് ലാവ്റോവ് പറഞ്ഞു. ഗാസയിൽ വെടിനിർത്തലിനുള്ള UN സുരക്ഷാ കൗൺസിലിലെ പ്രമേയം വീറ്റോ ചെയ്ത US നടപടിയും റഷ്യ അപലപിച്ചു. ഉടൻ വെടിനിർത്തൽ നടപ്പാക്കുന്നതിൽ സുരക്ഷാ കൗൺസിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് അത് അപ്രധാനമാകുന്നില്ല എന്നും തന്റെ പോരാട്ടം തുടരുമെന്നും UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് പറഞ്ഞിരുന്നു. ഗസ വിഷയത്തിൽ UN സുരക്ഷാ കൗൺസിലിന്റെ ആധികാരികതയും വിശ്വാസ്യതയും തകർന്നുവെന്നും ദോഹ ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു. തടവുകാരെ മോചിപ്പിച്ച് ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ബന്ദികൾ ആരും ഗാസയിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് വരില്ലെന്ന മുന്നറിയിപ്പുമായി ഹമാസ് രംഗത്ത് വന്നു. ഹമാസ് ഭീകരർ ഇസ്രായേൽ സൈനികർക്ക് മുമ്പിൽ കീഴടങ്ങണമെന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം പുറത്തുവന്നത്. ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കരുതെന്നായിരുന്നു നെതന്യാഹുവിന്റെ ആഹ്വാനം. സിൻവാർ ഒളിച്ചിരിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്ന ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസ് മേഖലയിൽ ഇസ്രായേൽ പ്രതിരോധ സേന പ്രവേശിച്ചിരുന്നു. ഹമാസ് തകരുന്ന സൂചനകൾ പുറത്തുവരുന്നുവെന്ന IDF ചീഫ് ഹെർസി ഹലേവി പ്രസ്താവനയിറക്കിയതിന് പിന്നാലെയായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവനയും പുറത്തുവന്നത്. യഹ്യ സിൻവാർ മാനുഷിക സഹായ വാഹനത്തിൽ ദക്ഷിണ ഗാസയിലേക്ക് രക്ഷപ്പെട്ടുവെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ഖാൻ യൂനിസ് പ്രദേശത്തെ എല്ലാ വീടുകളിലും IDF തിരച്ചിൽ നടത്തുകയാണ്.
യഹ്യ സിൻവാർ കൊല്ലപ്പെടുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നേരത്തെ പരസ്യമായി പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് നൂറുകണക്കിന് ഹമാസുകളെ കീഴടക്കിയെന്ന പേരിൽ പാലസ്തീൻ യുവാക്കളെ ഇസ്രായേൽ സൈന്യം തെരുവിൽ അർദ്ധനഗ്നരാക്കി അണിനിരത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഡസൻ കണക്കിന് ഹമാസ് ഭീകരർ ആയുധങ്ങൾ താഴെയിട്ട് നമ്മുടെ ധീരരായ സൈനികർക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന് നെതന്യാഹു പ്രതികരണം നടത്തിയിരുന്നു. അതിനിടയിൽ ഗാസയിൽ ഹമാസും സേനയും നേർക്കുനേരെയുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാണ്. വെടിനിർത്തൽ പുനരാരംഭിച്ച 10 ദിവസത്തിനുള്ളിൽ ബെയ്ത് ഹനൂൻ മുതൽ ഖാൻ യൂനിസ് വരെ 180-ലധികം ഇസ്രായേൽ സൈനിക കവചിത വാഹനങ്ങളും ടാങ്കുകളും ബുൾഡോസറുകളും ഭാഗികമായും പൂർണ്ണമായും നശിപ്പിച്ചതായും അൽ-ഖസം ബ്രിഗേഡ് പറയുന്നു. 2 നാളുകൾക്കുള്ളിൽ 40 സൈനികരെ വധിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് പോരാളികൾ ഉറച്ചുനിന്ന് പോരാടാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണിതെന്ന് അൽ-ഖസം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്ന പോരാട്ടം ഹമാസിന്റെ അവസാനത്തിന്റെ ആരംഭമാണെന്നും എത്രയും പെട്ടെന്ന് കീഴടങ്ങുന്നതാണ് നല്ലതെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ ഹമാസും ഇസ്രായേലി പ്രതിരോധ സേനയും തമ്മിൽ അതിശക്തമായ യുദ്ധം 66-ാം ദിവസവും തുടരവെയാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഡസൻ കണക്കിന് ഹമാസ് പ്രവർത്തകർ ഇസ്രായേലി സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. നമ്മുടെ വീരന്മാരായ സൈനികർക്ക് മുന്നിൽ അവർ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. യുദ്ധം ഇപ്പോഴും തുടരുന്നു. എന്നാൽ ഇത് അവസാനത്തിന്റെ ആരംഭമാണ്. സിൻവാറിന് വേണ്ടി മരിക്കാതെ കീഴടങ്ങാൻ ഞാൻ ഹമാസിനോട് പറയുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ യഹ്യ സിൻവാറിന് വേണ്ടി മരിക്കരുതെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഗാസയിലെ പാലസ്തീൻ സ്ക്വയർ മേഖലയിൽ വമ്പനൊരു ഭൂഗർഭ ടണൽ കണ്ടെത്തിയതായി ഇസ്രായേലി പ്രതിരോധ സേന അറിയിച്ചു. പ്രദേശം കഴിഞ്ഞ ദിവസം പൂർണ്ണമായും ഇസ്രായേലി പ്രതിരോധ സേന കൈവശപ്പെടുത്തിയിരുന്നു. പ്രദേശത്തെ ഇത്തരം പല ടണലുകളും ഷിഫ ആശുപത്രിയുമായി ബന്ധിപ്പിക്കുന്നതും കണ്ടെത്തി. ശനിയാഴ്ച പ്രദേശത്ത് നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഷജയ്യ ബറ്റാലിയൻ പുതിയ കമാൻഡറെ വധിച്ചതായി ഇസ്രായേലി സൈന്യം അറിയിച്ചു. നന്ദി, നമസ്കാരം.